ൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ദൈവമുണ്ട്, അങ്ങു പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. കൂടാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു ചേരും. കർത്താവേ, സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നത് അങ്ങാണല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സകല കാര്യങ്ങളും ആദ്യന്തം അറിയാവുന്ന വലിയവനും നിത്യനുമായിരിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കായിട്ട് സ്വർഗത്തിൽ ജീവിക്കുന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന പ്രിയ തമ്പിക്കുട്ടിക്കായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിന്റെ മകനെ നിന്റെ സന്നിധാനത്തിൽ വിളിച്ചു ചേർക്കുവാനായിട്ടാണ് സ്വർഗത്തിൽ പ്രസാദം തോന്നിയത്. അതായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, നീ എല്ലാം നന്നായി ചെയ്യുന്നവനാണല്ലോ. നിന്റെ മകനെ നീ രക്ഷിച്ചു, നിന്റെ പ്രിയമാനാക്കി തീർത്തു. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ നിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ നീ സാവകാശം നൽകിയല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ശാരീരികമായിട്ടുള്ള രോഗത്തിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങളിൽ കൂടി, അതിൻ്റെ വേദനകളിൽ കൂടി നിന്റെ മകൻ കടന്നു. എന്നാൽ അതിനെല്ലാം ഒരു അവർക്ക് ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന സ്വർഗത്തിലെ കൃപകൾ ധാരാളമായി അവരുടെ മേൽ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷ കൊണ്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, അതിന് സംഗതിയാക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.
എൻ്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമങ്ങൊട്ടുമില്ല. തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തിലെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ പ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളെയൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവെടുപ്പ് പോലെ കഴിക്കുന്നു. Padam
നമുക്കൊരുക്കി നീക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് നാദശോഭന നാട്ടിൻ പാടും വാഴ്ത്തപ്പെട്ടവരുടെ സംഗീതം ഏതോരോധനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് സ്നേഹമാം സ്വർഗദാതരുടെ സ്നേഹദാനത്തിനും വീഴ്ചയെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് ശോഭയേറും നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് മൺമയമാം ഈ ഉലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ
നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. 7-10 ഏറെയായാൽ 80 മാത്രം നീളുവായുസ്സതു നിലച്ചാൽ കഷ്ടത മാത്രം. അയാളെൺപതു മാത്രം നീളുമായുസ്സതു നിലച്ചാൽ കഷ്ടത മാത്രം. ലോകമരുഭൂവിൽ മർത്യരാശ്രയം തേടി ശോകക്കൊടും വെയിലയ്യോ വീഴുന്നു വാടി. ലോകമരുഭൂവിൽ മർത്യൻ ആശ്രയം തേടി ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി. പരദേശം മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. മൺമയമാമീ ഉലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. പ്രിയപ്പെട്ട ആശ്വാസമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നിന്റെ മകൻ നിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ഈ അനുഗ്രഹിക്കപ്പെട്ട മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും തൻ്റെ മൃഗശരീരത്തിന് ചുറ്റും ഇരുന്ന് കർത്താവെ നീ കഴിഞ്ഞ നാളിൽ ചെയ്ത വലിയ ഉപകാരങ്ങളെയും നന്മകളെയും ഓർക്കുകയും കർത്താവെ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അഗാധമായ ദുഃഖം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തിങ്ങി നിൽക്കുന്നു. പ്രിയപ്പെട്ടവൻ ഞങ്ങളുടെ അടുത്തു നിന്നും അല്പനാളത്തേക്ക് വേർപെട്ടു പോയിരിക്കുകയാണ്. കർത്താവെ നിന്റെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുകയാണ്. ദാസനുള്ള ബന്ധത്തിൽ പറഞ്ഞപ്പോൾ അവൻ ഉറങ്ങുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറക്കം കർത്താവെ അധിക നാളത്തേക്കില്ല, അധിക സമയത്തേക്കില്ല. ഉണരുമെന്നുള്ള പ്രത്യാശ നിന്റെ മക്കൾക്ക് നൽകിക്കൊണ്ട് അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. കർത്താവെ നീ നല്ലവനായി, നീ എത്രയോ മഹോന്നതനായി ഞങ്ങൾക്കായി ജീവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളും ജീവിക്കുമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് മുറുകെ പിടിക്കുവാനുള്ളത്. അതാണ് ഞങ്ങൾക്ക് ധൈര്യം തരുന്നത്. ഈ ലോകത്തിലെ മറ്റുള്ളവരെ പോലെയല്ല, ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും ഞങ്ങൾ വേർപെട്ട് പോകേണ്ടതാണ്, ഞങ്ങൾ ഉറങ്ങേണ്ടതാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ട്. കർത്താവേ, അത് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു, ഞങ്ങളെ ബലപ്പെടുത്തുന്നു. ഈ മകൻ ഞങ്ങളെ വിട്ട് ഇപ്പോൾ നേരത്തെ പോയി, എന്നാൽ ഞങ്ങൾ പുറകെ പോകും, ഞങ്ങൾ കാണും എന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നൽകിയതോർത്ത് ഞങ്ങൾ നന്ദിയോട് നിന്നെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിലനിർത്താനുള്ള ശക്തിയില്ല എന്നുള്ള വാസ്തവം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നീ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. കർത്താവെ, നിനക്ക് മാത്രമേ ജീവൻ നൽകാൻ കഴിയുകയുള്ളൂ, ജീവൻ നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം തിരുവചനത്തിലുള്ള വീണ്ടും നീ ഉറപ്പിച്ച് നമുക്ക് നൽകിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഇപ്പോൾ കർത്താവെ, ഞങ്ങൾ ഹോളിലേക്ക് പോവുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകൾ ഞങ്ങൾക്ക് ധൈര്യം തരുന്നതായിരിക്കണം. കർത്താവെ, മാത്രമല്ല ലോകത്തുള്ള മറ്റ് ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ നിന്റെ വചനത്തിന്റെ ശക്തിയെക്കുറിച്ചും നിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെക്കുറിച്ചും മനസ്സിലാക്കുവാനുള്ള കൃപ നീ ധാരാളമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും പിരിയുമ്പോൾ
ഞങ്ങൾക്ക് അതാണ് വലിയൊരു സാക്ഷ്യം. ഞങ്ങൾക്ക് ഇനിയും കാണാമെന്നുള്ള വലിയ പ്രത്യാശയാണ്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് കർത്താവേ. സകലത്തിന്മേൽ നിന്റെ അനുഗ്രഹവും നിയന്ത്രണവും ഉണ്ടായിരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അനുഗ്രഹത്തോടെ ഞങ്ങളെ ഇവിടുന്ന് അങ്ങോട്ട് അയക്കണം, ഞങ്ങളെ നീ സഹായിക്കണം. എല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലരും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ ഞങ്ങളുടെ പ്രിയ കർത്താവിന്റെ വലിയൊരു നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ.